ഈ മനുഷ്യൻ 50 വർഷത്തിനുശേഷം ആദ്യമായി ഒരു കാസിനോയിൽ പ്രവേശിച്ചു. അദ്ദേഹം തന്റെ അവസാന $30 ദശലക്ഷം എടുത്ത് കാസിനോയിലെ ചിപ്പുകൾക്കായി കൈമാറി. അടുത്തുള്ള കാസിനോ മാനേജർ ഈ രംഗം കാണുകയും ഉടൻ തന്നെ ബോസിനെ അറിയിക്കുകയും ചെയ്തു. വാർത്ത കേട്ടപ്പോൾ ബോസ് പരിഭ്രാന്തനായി. അതിനാൽ അദ്ദേഹം ഉടൻ തന്നെ തന്റെ റീഡിംഗ് ഗ്ലാസ് ധരിച്ച് കാസിനോയിലെ ആളുടെ സുരക്ഷാ ദൃശ്യങ്ങൾ പുറത്തെടുത്തു. പിന്നെ ആ മനുഷ്യൻ ആത്മവിശ്വാസത്തോടെ ചൂതാട്ട മേശക്കരികിലേക്ക് നടന്നു. പരിചാരകനോട് തന്റെ എല്ലാ ചിപ്സും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അയാളുടെ അടുത്തിരുന്ന സ്ത്രീ ഞെട്ടിപ്പോയി. റൗലറ്റ് ഗെയിം ആരംഭിച്ചപ്പോൾ മേശക്കരികിലുള്ള എല്ലാവരും ജാഗ്രതയോടെ വാതുവപ്പ് തുടങ്ങി. പക്ഷേ ആ മനുഷ്യൻ അവിശ്വസനീയമാവിധം ധൈര്യശാലിയായിരുന്നു. അവൻ തന്റെ എല്ലാ ചിപ്പുകളും നേരിട്ട് 21-ൽ പന്തയം വച്ചു. ചുറ്റുമുള്ളവരെല്ലാം അമ്പരന്നു. വെയിറ്റർ പോലും അയാളോട് തന്റെ പന്തയം വീണ്ടും സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ടു. ആ മനുഷ്യന്റെ ഉറച്ച ഉത്തരം ലഭിച്ച ശേഷം പരിചാരകൻ തിരിഞ്ഞു മാനേജരെ നോക്കി. അപ്പോൾ മാനേജർ വീണ്ടും ബോസിനെ വിളിച്ചു. റിപ്പോർട്ട് കേട്ടപ്പോൾ ബോസ് അസ്വസ്ഥനായി. ഒരു മോശം വികാരം അവന്റെ മനസ്സിൽ നിറഞ്ഞു. എല്ലാവരും പരിഭ്രമത്തോടെ റൂലറ്റ് ചക്രത്തിലേക്ക് തുറച്ചുനോക്കി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരും ശ്വാസം പിടിച്ചു നിന്നു. പരിചയസമ്പന്നനായ ബോസ് പോലും വിയർക്കാൻ തുടങ്ങി. സാവധാനം കറങ്ങുന്ന ചക്രം നിലക്കാൻ പോകുകയായിരുന്നു. എല്ലാവരും വളരെ പിരിമുറുക്കത്തിലായിരുന്നു. അവരുടെ മുടിയറ്റത്ത് നിന്നു. അവസാനം കളി അവസാനിക്കുമ്പോൾ പന്ത് 4-ാം നമ്പറിൽ ഇറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ ബോസ് ശാന്തനായി. പക്ഷേ ഈ സാഹചര്യത്തിൽ ആ മനുഷ്യൻ ശാന്തമായി പുഞ്ചിരിച്ചു പോകാൻ എഴുന്നേറ്റു. ഈ ഫലം വളരെക്കാലം മുമ്പ് പ്രവചിച്ചതുപോലെ ആ മനുഷ്യന് കുറച്ച് വെള്ളവും വിശ്രമവും ലഭിക്കാൻ പോകുമ്പോൾ ബോസ് പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. ഈ രാത്രിയിലെ എല്ലാ ചെലവുകളും സൗജന്യമാണെന്ന് അഹങ്കാരത്തോടെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇതൊന്നും യാദൃശ്ചികമല്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇത് മനുഷ്യൻ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത ഒരു കെണിയായിരുന്നു.